കാസർഗോഡ് വധശ്രമ കേസിലെ പ്രതിയായ യൂട്യൂബർ ഖാദർ കരിപ്പൊടിയെ പിടികൂടാതെ പോലീസ് പണമിടപാടുമായി ബന്ധപ്പെട്ട് അബ്ദുൾ അഹദിനെ മർദ്ദിച്ച സംഭവത്തിലാണ് ഖാദറിനെതിരെ വധശ്രമത്തിന് കാസർഗോഡ് പോലീസ് കേസെടുത്തത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഈ ഖാദർ കരിപ്പൊടി എന്ന യൂട്യൂബർ ഒളിവിൽ പോയതിനു ശേഷവും പലതരത്തിലുള്ള വെല്ലുവിളിയും ഒക്കെയായി രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ വധശ്രമ കേസിൽ ഇയാൾ പ്രതിയാണ്. ഇയാളെ എന്തുകൊണ്ടാണ് പോലീസിന് ഇത്ര തൊടാൻ വൈകുന്നതിന് കാരണമായി പറയുന്നത്? രാഖി, കഴിഞ്ഞ ദിവസം ഖാദർ കരിപ്പൊടി ജാമ്യാപേക്ഷ കോടതിയിൽ നൽകിയിരുന്നു. ഈ ജാമ്യം തള്ളിക്കൊണ്ട് കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത് കൊടും ക്രിമിനലാണ് ഖാദർ കരിപ്പൊടി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോടതി ഈ ഖാദർ കരിപ്പൊടിയുടെ ജാമ്യാപേക്ഷ തള്ളിയത്. ഈ സാഹചര്യത്തിൽ പോലും അതിനുശേഷം ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഖാദർ കരിപ്പൊടി എവിടെ എന്ന ചോദ്യത്തിന് മാത്രം കാസർഗോഡ് പോലീസിന്റെ കയ്യിൽ ഉത്തരമില്ല എന്നുള്ളതാണ്. ഈ ഖാദർ കരിപ്പൊടി സാമ്പത്തിക പണമിടപാടുമായി ബന്ധപ്പെട്ട് അബ്ദുൾ അഹദ് എന്ന് പറയുന്ന കാസർഗോഡ് സ്വദേശിയെ തന്നെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഈ മർദ്ദിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായ പരിക്കുകളാണ് ഈ അഹദിന് ഏൽക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ളത്. ഈ കേസിലാണ് കാസർഗോഡ് പോലീസ് ഖാദർ കരിപ്പൊടിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. ഈ കേസെടുത്തതിന് തൊട്ട് പിന്നാലെ ഖാദർ കരിപ്പൊടി ഒളിവിൽ പോവുകയാണ്. ആദ്യഘട്ടത്തിൽ പോലീസ് പറഞ്ഞത് ഇയാൾ കർണാടകയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒളിവിലിരുന്നു പോലും ഈ ഖാദർ കരിപ്പൊടി ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ ചെയ്ത സാഹചര്യത്തിൽ ഇത് നോക്കിയടക്കം പോലീസിന് അനായാസം ഈ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നാണ് അബ്ദുൾ അഹദിന്റെ ഈ പരാതിക്കാരൻ തന്നെ പറയുന്നത്. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നിലപാടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു വിശദീകരണം. ഈ ജൂൺ മാസത്തിലാണ് ഇത്തരത്തിൽ ഖാദർ കരിപ്പൊടി അതിക്രൂരമായി അബ്ദുൾ അഹദിനെ മർദ്ദിക്കുന്നത്. ഖാദർ കരിപ്പൊടിക്കെതിരെ ഈ ഒരു കേസ് മാത്രമല്ല, ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസുണ്ട്, KSEB ജീവനക്കാരനെ മർദ്ദിച്ച കേസുണ്ട്. അങ്ങനെ നിരവധി കേസുകൾ ഈ ഖാദർ കരിപ്പൊടിക്ക് എതിരെ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കെയാണ് ഖാദർ കരിപ്പൊടിയെ പിടികൂടാതെ പോലീസ് ഒത്തുകളിക്കുന്നത്. ഈ ഖാദർ കരിപ്പൊടിക്ക് മുസ്ലിം ലീഗിലടക്കം ഉന്നത ബന്ധങ്ങളുണ്ട് എന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസും ഈ ഖാദർ കരിപ്പൊടിയും ഒക്കെ ഒത്തുകളിക്കുന്നത് എന്ന് കൂടിയാണ് പറയുന്നത്. എന്തായാലും ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഈ ഖാദർ കരിപ്പൊടിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിട്ടും ഈ കാസർഗോഡ് പോലീസ് ഖാദർ കരിപ്പൊടിയെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനം ഈ പോലീസിനെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട്. രാഖി, യെസ്, വിവരങ്ങൾ വ്യക്തമാണ് അനഘ. ഖാദർ കരിപ്പൊടിയെ പൊടിയിട്ട് നോക്കിയിട്ടും പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത് ആരുടെ കണ്ണിലെ കരടാണെന്ന് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? വ്യക്തമായൊരു സംരക്ഷണം ഖാദർ കരിപ്പൊടിക്ക് ലഭിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ പോലീസ് ഏമാന്മാർക്ക് അത് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നതും സുപ്രധാന ചോദ്യം. തീർച്ചയായും.